അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ നോമ്പ് തുറ വിശേഷം ഒന്ന് കണ്ടു നോക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആദ്യം തന്നെ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 സബോള കട്ട് ചെയ്തത്, ഒരു പിടി കുഞ്ഞി ഉള്ളി, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു പിടി കരിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്. ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ മുളകും കൂടി ആയത് കാരണം ഞാൻ 1/4 സ്പൂൺ മാത്രമേ മുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ സാദാ മല്ലിപ്പൊടിയും, 1 സ്പൂൺ കുരുമുളകും, 1 സ്പൂൺ ഗരം മസാലയും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. നല്ലതുപോലെ തിരുമ്പി എടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇടാൻ വേണ്ടി ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറന്നത് കാരണം ഞാൻ വീണ്ടും തുറന്ന് ഈ ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമൂസക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായി വരുമ്പോൾ 2 സബോള കട്ട് ചെയ്തതും, 2 പച്ചമുളകും, 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഫ് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. ഈ ബീഫ് വേവിക്കുന്ന സമയത്ത് എല്ലാ മസാലയും കൂടി ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കാത്തത്. ഇനി നമുക്ക് ബീഫ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 2 തണ്ട് സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമുക്ക് സമൂസ മടക്കിയെടുക്കാം. സമൂസ മടക്കിയെടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ. ഞാനത് എല്ലതും ഇവിടെ മടക്കിയെടുത്തിട്ടുണ്ട്. 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ബീഫ് ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് നമുക്ക് കുക്കറിൽ നിന്നും ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ കുക്കറിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയാൽ. അപ്പോൾ ചട്ടിയിൽ കിടന്ന് 5 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ബീഫ് ചട്ടിയിൽ കിടന്ന് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ മുകളിലായി ഒരു 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെക്കാം. നല്ലൊരു അടിപൊളി ബീഫ് കറി തന്നെ ആയിരുന്നു കേട്ടോ. ബീഫിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബീഫും പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ഇന്നലെ ഉണ്ടാക്കിയ പത്തിരി ഒരുപാട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പുട്ടാക്കാലോ എന്ന് കരുതി. പിന്നെ ഞാൻ പുട്ടിന് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്ന് ആവി വന്ന് വെന്ത് കിട്ടും. നമുക്ക് നോമ്പ് തുറ വിശേഷം എന്ന് പറഞ്ഞിട്ട് കാണിക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണല്ലോ. ഒരു ദിവസം പുട്ട്, അല്ലെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ പൂരി, ഇങ്ങനെ ഓരോ ദിവസം നമുക്ക് നീണ്ടു പോകുന്നു. അപ്പോൾ ഞാൻ പുട്ട് റെഡിയാക്കുന്നുണ്ട്. അതിനിടയിൽ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സമൂസയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നോമ്പ് തുറക്ക് സമൂസയും അതുപോലെ തന്നെ പിന്നെ പച്ചമുന്തിരി ജ്യൂസ് അടിച്ചതും തരിയും ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്കുന്നതിനുള്ള വിഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമസ്കാരമൊക്കെ കഴിഞ്ഞ് 9 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. കാരണം കുട്ടികൾക്ക് പരീക്ഷയാണ്. മൂത്ത പേരക്കുട്ടി CBSE ആണ്, അവൾ 10ാം ക്ലാസ്സിലാണ്. അതിൻ്റെ താഴെയുള്ള കുട്ടി 4ലാണ്, അവൾക്കും എക്സാമാണ്. അപ്പോൾ കുറച്ച് നേരം അവർ പഠിക്കാനൊക്കെ ഇരിക്കും. പിന്നെ 9 മണിക്ക് ഞങ്ങൾ പുട്ടും പത്തിരിയും ബീഫ് കറിയുമാണ് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.